ഒന്നാമത്തെ അധ്യായം അൽ ഫസ്ലുൽ അവ്വൽ, അധ്യായം 1, പാഠം 1, തഅരീഫുൽ ഇൽമി, ഇൽമിന്റെ നിർവചനം. തഅരീഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർവചനം, ഇൽമിന്റെ നിർവചനം. അൽ ഇൽമു ലുഗത്തൻ, ലുഗവി ആയിട്ട് ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ കിതാബിലുള്ളതാണ് വായിക്കുന്നത്, ചെറിയ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ലുഗവി ആയിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഖീദുൽ ജഹൽ, അജ്ഞതക്ക് വിപരീതമാണ് ഇൽമ്. ജഹൽ അജ്ഞത, നഖീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീതം. നമ്മൾ തൗഹീദ്, ഷിർക്ക്, സുന്നത്ത്, ബിദ്അത്ത് എന്നൊക്കെ പറയുന്ന പോലെ ജഹലിന്റെ എതിരാണെന്ത്? ഇൽമ്. വഹുവ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇദ്റാഖു ഷൈഇ അലാമാഹു അലൈഹി ഇദ്റാഖൻ ജാസിമൻ, ഒരു കാര്യത്തെ അത് എപ്രകാരമാണോ ഒരു സംഗതി അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇദ്റാഖൻ ജാസിമൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട്, ദൃഢമായിട്ട് അതിനെ മനസ്സിലാക്കുക, അതാണ് ഇൽമ്. ഇദ്റാഖൻ ജാസിമൻ, കൃത്യമായും വ്യക്തമായും ഒരു കാര്യത്തെ മനസ്സിലാക്കുക, അതാണ് ഇൽമു ലുഗവി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്തിലാഹൻ, ഇസ്തിലാഹിയായിട്ട് ഏതൊരു പദവും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 2 രൂപത്തിൽ അതിനെ ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന് ലുഗവി ആയിട്ട്, മറ്റൊന്ന് ഇസ്തിലാഹിയായിട്ടും. ലുഗവി ആയിട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷാപരമായിട്ട് അതിന്റെ ചർച്ച, ഇസ്തിലാഹിയായിട്ട് ഉദ്ദേശിക്കുന്നത് സാങ്കേതികമായിട്ടുള്ള അതിന്റെ ചർച്ച. അപ്പൊ രണ്ടാണ് സംഗതി. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്വലാത്ത്, അതിൽ ലുഗവി ആയിട്ടുള്ള അർത്ഥം എന്താണ്? പ്രാർത്ഥന എന്നാണ്. പക്ഷെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥത്തിലുള്ള നിസ്കാരമാകുമോ? ഒരാൾ പ്രാർത്ഥിച്ചു അതുകൊണ്ട് നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഇസ്തിലാഹി ആയിട്ടുള്ള ഇതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ആരാധനാകർമ്മം. അപ്പൊ രണ്ടും അതിന്റെ ചർച്ചകൾ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നോമ്പ്, സംസാരിക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്നാൽ അതിന് ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥം അത് വേറെ തന്നെയാണ്. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇസ്ലാമിലെ സാങ്കേതിക ശബ്ദങ്ങളെ നമ്മൾ മുൻജിദും മനഹലും മുന്നിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ വെച്ചിട്ട് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ പലപ്പോഴും അബദ്ധം പറ്റും. കാരണം ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥം ഒന്നായിരിക്കും, അതല്ലെങ്കിൽ പിന്നെ അതിന്റെ ലുഗവി ആയിട്ടുള്ള അർത്ഥം വേറൊന്നായിരിക്കും. അതുകൊണ്ട് പല അബദ്ധങ്ങളും പല ആൾക്കാർക്കും പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഒന്ന് ലുഗവി ആയിട്ടുള്ള ചർച്ചയാണ്, മറ്റൊന്ന് ഇസ്തിലാഹി ആയിട്ടുള്ള ചർച്ചയാണ്. അപ്പൊ ഇസ്തിലാഹി ആയിട്ട് ഇൽമു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലബാദു അഹ്ലി ഇൽമി, അതിൽ എന്തുണ്ട്? പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അഹ്ലുൽ ഇൽമിയുടെ ചില ആളുകൾ പറഞ്ഞു ഹു അൽ മഅരിഫ, അറിവ്, അതാണെന്ത്? ഇൽമ്, ഒരു സംഗതി അറിയുക, അതാണെന്ത്? ഇൽമു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹുവ ലിദ്ദുൽ ജഹൽ, ജഹലിന്റെ നേരെ എതിര്, അതാണെന്ത്? ഇൽമു, മഅരിഫത്താണ്. വഖാല ആഖറൂന മിൻ അഹ്ലിൽ ഇൽമി, അഹ്ലിൽപ്പെട്ട വേറെ ചില ആളുകൾ പറഞ്ഞു ഇന്നൽ ഇൽമ ഔലഹു മിൻ അൻ യുഅറഫ, യുഅറഫന, അറഫ എന്നുള്ളതിൻ്റെതാണ് അൻ യുഅറഫ. ഇൽമു എന്നുള്ളത് മറ്റൊരു വാക്കുകൊണ്ട് നമുക്ക് നിർവചിക്കാൻ കഴിയില്ല, അതിനേക്കാൾ സ്പഷ്ടമാണ്, വ്യക്തമാണ്, അതാണ് എന്ത്? ഇൽമു. നമുക്കതിനെ വേറെ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയില്ല, തഅരീഫ് പറയാൻ പറ്റൂല. അത്രത്തോളം ഏതൊരാൾക്കും വ്യക്തവും സുവ്യക്തവുമായ ഒരു കാര്യമാണ് എന്ത്? ഇൽമു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അതിന്റെ ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ പറയണം വല്ലദി യഅനീന, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചർച്ച ഹുവ ഇൽമു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ അൽ ഇൽമു ശർഈ, ശർഈ ആയിട്ടുള്ള ഇൽമാണ്. ഭാഷാപരമായ അർത്ഥങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ വരും, മനസ്സിലായല്ലോ. കൃത്യമായ ഒരു കാര്യത്തെ കുറിച്ച് ധാരണ ഉണ്ടാകുക എന്നുള്ളതാണ്. കണ്ടതും കേട്ടതും പറയാലല്ല ഇൽമു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇൽമു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശർഈ ആയിട്ടുള്ള ഇൽമാണ്. വൽ മുറാദ് ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമു മാ അൻസലല്ലാഹു അലാ റസൂലിഹി മിനൽ ബയ്യിനാതി വൽ ഹുദാ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇറക്കി കൊടുത്തിട്ടുള്ള ബയ്യിനാത്തുകളും ഹുദയുമാകുന്ന ഇൽമു, അതാണ് ഇവിടെ നമ്മൾ ശർഈ ആയിട്ടുള്ള ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിൽ ഇറക്കി കൊടുത്തിട്ടുള്ള ബയ്യിനാത്തുകളും ഹുദയും, മാർഗനിർദ്ദേശങ്ങളും വ്യക്തമായിട്ടുള്ള തെളിവുകളും വിശദീകരണങ്ങളും, ഇതാണെന്ത്? ഇൽമു. മനസ്സിലായല്ലോ, ഇതാണ് ഇൽമു. അപ്പൊ ഒരാൾക്ക് നല്ല ഇൽമുണ്ട്, ഒരാൾക്ക് നല്ല അറിവുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൽമുകളോട് ഉദ്ദേശിക്കുന്നതാണ് മതപരമായിട്ടുള്ള ശർഈ ആയിട്ടുള്ള ഖുർആനെ സംബന്ധിച്ചും ഹദീസിനെ സംബന്ധിച്ചുമുള്ള ഇൽമാണ്. അപ്പൊ ഇൽമു എന്താന്നുള്ളത് പഠിച്ചു, അതിന്റെ ലുഅവി ആയിട്ടുള്ള അർത്ഥം എന്താണെന്നത് മനസ്സിലാക്കി, അതിന്റെ ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാക്കി, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഇൽമു എന്താന്നുള്ളതും അത് മനസ്സിലാക്കി, അതിന്റെ ശർഈ ആയിട്ടുള്ള അർത്ഥം മനസ്സിലാക്കി. അതുകൊണ്ട് ഫൽ ഇൽമു അല്ലദി ഫീഹി അസ്സനാഉ വൽ മദ്ഹു ഹുവ ഇൽമുൽ വഹീ, അതുകൊണ്ട് തന്നെ അള്ളാഹു സനാ ചെയ്തിട്ടുള്ളതും മദഹ് ചെയ്തിട്ടുള്ളതും ഏത് ഇൽമിനെ സംബന്ധിച്ചാണ്? ഇൽമുൽ വഹിയാണ്. മനസ്സിലാണ്ടല്ലോ, ഇൽമുൽ വഹി എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ വസ്സുന്ന, അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു സനാ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തി പറയാം. ഖുർആനിലെ ഹദീസിലും സനാ ചെയ്തിട്ടുള്ളതും മദഹ് എന്ന് പറഞ്ഞാൽ പ്രശംസിച്ച് പറയാം. ഖുർആനിലെ ഹദീസിലും പിന്നെ മദഹ് ചെയ്തിട്ടുള്ളതും സനാഉം മദഹും അത് ഏത് ഇൽമിനെ സംബന്ധിച്ചാ? ആ പറയപ്പെട്ടുള്ള ഇൽമ ഏതാണ്? ശർഈ ആയിട്ടുള്ള ഇൽമാണ്, അതാണ് വഹി. ഇൽമു മാ അൻസലല്ലാഹു ഫഖത്ത്, അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഇൽമു മാത്രമാണ്. അള്ളാഹു സനാ ചെയ്തിട്ടുള്ളത്, അള്ളാഹു മദഹ് ചെയ്തിട്ടുള്ളത്. അതിന്റെ തെളിവെന്താ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ഒന്നെന്ന് കൊടുത്തിട്ട് അതിന്റെ അടിയിൽ അതിന്റെ തഖ്രീജ് കൊടുത്തിട്ടുണ്ട്. ബുഖാരിയാണ് ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് കിതാബുൽ ഇൽമിൽ. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മതി. ആ ഹദീസിന്റെ അർത്ഥം എന്താ? അള്ളാഹു ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ മതത്തിൽ അറിവുള്ളവനാക്കി തീർക്കും. മനസ്സിലായല്ലോ,
അള്ളാഹു ഒരു മനുഷ്യന് വല്ല ഹൈറും വല്ല നന്മയും വല്ല ഗുണവും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൽ വിവരമുള്ളവനാക്കി തീർക്കും അയാളെ. ബുഖാരിന്റെ റിപ്പോർട്ട്, അതേപോലെ തന്നെ മുസ്ലിം അത് തിരിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസ് ഇവിടെ നമ്മൾ പറയുന്നത് എന്തിനാണ്? ഇവിടെ അള്ളാഹ് മദ്ഹ് ചെയ്തു, അള്ളാഹ് സനാ ചെയ്തു, അവൻ റസൂൽ പഠിപ്പിച്ചു. ആ ഹദീസിൽ പറഞ്ഞ എന്താ? അള്ളാഹു ഒരാൾക്ക് പിന്നെ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മതത്തിൽ അയാളെ പണ്ഡിതനാക്കും. അവിടെ സനാ ആണ്, അവിടെ മദ്ഹാണ്. അതേപോലെ ഇന്നൽ അംബിയ, അടുത്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ. അംബിയാക്കൾ, പ്രവാചകന്മാർ, അവർ ദിർഹമും ദീനാറും അനന്തരമായി വിട്ടേച്ചു പോയിട്ടില്ല. അവർ മരിച്ചപ്പോ ദിർഹം ദീനാറല്ല അവിടെ ഇട്ടിട്ട് ദുനിയാവിൽ ഇട്ടിട്ട് പോയിട്ടുള്ളത്. വൈന്നമാ വറസു അൽ ഇൽമ, ഇൽമിനെയാണ് അവർ അനന്തരമായി വിട്ടേച്ചു പോയിട്ടുള്ളത്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിരിൻ, ആ ഇൽമ് ആരെടുത്തോ, ആര് സ്വീകരിച്ചോ, ആരതിനനുസരിച്ചിട്ട് അമൽ ചെയ്തോ അവന് മഹത്തായ ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ആ പ്രവാചകന്മാരുടെ ആ നിധി, പ്രവാചകന്മാർ വിട്ടേച്ചു പോയിട്ടുള്ള നിധി, അത് ദിർഹമല്ല ദീനാറല്ല, അത് ഇൽമാണ്. അത് ആരെടുത്തു? അവിടെ ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിരിൻ, അവരുടെ അനന്തര സ്വത്തിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിഹിതം അവന് കിട്ടി. ആർക്ക്? ആ ഇൽമ് എടുത്തവന്, ആ ഇൽമ് സ്വീകരിച്ചവൻ, അത് പഠിച്ചവന്, അത് അമൽ ചെയ്തവന്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. തഖ്രീജ് അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അഹ്മദ്, അബൂദാവൂദ് സുനനുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, മുസ്നദുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇവിടെ സനാ ചെയ്തു, മദ്ഹ് ചെയ്തു. ഈ പറഞ്ഞിട്ടുള്ള ഇൽമ ഏതാണ്? ശർഈ ആയിട്ടുള്ള ഇൽമാണ്. അത് വഹിയാണ്, ഖുർആനാണ്, സുന്നത്താണ്. അപ്പൊ അതാണ് ഇവിടെ ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇൽമിനെയാണ് അള്ളാഹു അവന്റെ റസൂലും മദ്ഹ് ചെയ്തിട്ടുള്ളത്, സനാ ചെയ്തിട്ടുള്ളത്. ഫഖാല ലഹും, വമിനൽ മഅലൂമി, അറിയപ്പെട്ട കാര്യമാണ്, അന്നല്ലദി വറസഹുൽ അംബിയാഹു ഇൽമു ശരീഅത്തില്ലാഹി അസ്സ വജല്ല. ആ ഹദീസിനെ വിശദീകരിക്കുകയാണ്. പ്രവാചകന്മാർ അനന്തരമായി വിട്ടേച്ചു പോയിട്ടുള്ളത് അത് ശരീഅത്തിനെ സംബന്ധിച്ചുള്ള ഇൽമാണ്. വലൈസ ഗൈറ, അതല്ലാതെ വേറൊന്നും അവര് വിട്ടേച്ചു പോയിട്ടില്ല. വൽ അംബിയാഹു അലൈഹിസ്സലാത്തു വസ്സലാം മാ വറസു ലിന്നാസി ഇൽമ സിനാഅത്തി വമാ യതഅല്ലഖു ബിഹാ, സിനാഅത്തിനെ സംബന്ധിച്ചുള്ള ഇൽമ്, അതായത് പിന്നെ വ്യവസായികമായിട്ടുള്ള സാധനങ്ങൾ, അതിന്റെ നിർമ്മാണാത്മകമായിട്ടുള്ള ഇൽമ്, ഭൗതികമായിട്ടുള്ള അറിവ്, അതാണ് വമാ യതഅല്ലഖു ബിഹാ. അത്തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള ഇൽമല്ല പ്രവാചകന്മാര് അനന്തരമായി വിട്ടേച്ചു പോയിട്ടുള്ളത്. ഇതിനെന്താണ്? ശർഈ ആയിട്ടുള്ള ഇൽമാണ്. ബൽ ഇന്ന റസൂല ഹീന ഖദിമൽ മദീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന സന്ദർഭത്തിൽ വജദന്നാസ യുഅബ്ബിറൂന അൻ-നഖല അയ് യുലഖിഹൂനഹ. ലഖഹ, യുലഖിഹു എന്ന് പറഞ്ഞാല് ഈത്തപ്പനകളിൽ പരാഗണം നടത്തുക, കൃത്രിമമായിട്ട് പരാഗണം നടത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോ മദീനക്കാരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ഈന്തപ്പന മരങ്ങളിൽ പരാഗണം നടത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഫഖാല ലഹും ലിമാ റഅ മിൻ തഅബിഹിം കലാമൻ അന്നഹു ലാ ഹാജത ഇലാ ഹാദാ. അവരിങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ചെയ്യുന്നതിന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കുറച്ച് പണിയുണ്ടത്. അതിങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അവരത് ചെയ്യുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു. എന്താ പറഞ്ഞത്? അത് ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു. അങ്ങനെ പരാഗണം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് കുറച്ച് പണിയുണ്ട് അല്ലെ. പിന്നെ പെണ്ണുണ്ട് ആണുണ്ട് ഈന്തപ്പന മരങ്ങളിൽ. അപ്പൊ കൃത്രിമമായിട്ട് പരാഗണം നടത്തണമെങ്കിൽ എന്ത് വേണം? ഈ ആണിന്റെ പുങ്കലെടുത്തിട്ട് പെണ്ണിന്റെ പുങ്കലയിൽ കൊടയണം, അല്ലെങ്കിൽ അത് കെട്ടി വെക്കണം. അതിന്റെയൊക്കെ വീഡിയോ ഇവിടെ ഈ വിദേശത്തൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അത് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന് കുറച്ച് പണിയുണ്ട്. അപ്പൊ അവരുടെ പ്രയാസങ്ങൾ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേണ്ട എന്നുള്ള രൂപത്തിൽ അവരോട് സംസാരിച്ചു. ഫഫഅലു വതറഖു അത്തൽഖിഹ, അവരെന്ത് ചെയ്തു? ആ പരാഗണം ചെയ്യുന്നതാണ് നിർത്തിവെച്ചു, അത് ഒഴിവാക്കി. അവർ ആ കൊല്ലം പരാഗണം ചെയ്യേണ്ട എന്നുള്ളത് തീരുമാനിച്ചു. പക്ഷെ സംഭവിച്ചത് എന്താ? വലാകിന നഖല ഫസദ, ആ വർഷാരുടെ ഈന്തപ്പനകളൊക്കെ കേടായി, അവർക്ക് വിളവ് കിട്ടിയില്ല, അത് കുറഞ്ഞുപോയി. അതിന്റെ വേറെ ഒരുപാട് റിവായത്തുകൾ, റിപ്പോർട്ടുകളൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. സുമ്മ ഖാല ലഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആ കാര്യം പറഞ്ഞു. റസൂലേ, നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ അത് ചെയ്തില്ല, പ്രാവശ്യം അതൊന്നും ഇല്ലല്ലോ, വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അഅലമു ബി അംരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ നിങ്ങളാണ് ഏറ്റവും നന്നായി അറിയുന്നത്. അതിന്റെ തഹ്രീജ് അടിയിൽ കൊടുത്തിട്ടുണ്ട്, മുസ്ലിമിന്റെ റിപ്പോർട്ട്. നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ അത് നിങ്ങൾക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. ഈ ഹദീസ് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. പല ആളുകളെയും ദുർവ്യാഖ്യാനത്തിനുള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ ഹദീസ്. നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ. ചില ആൾക്കാർ പറയാറുണ്ടായിരുന്നു, എന്ത് പിന്നെ ദീനും ദുനിയാവും രണ്ടാക്കി, ദീൻ ഇസ്ലാമിനെ തുണ്ടാക്കി എന്നൊക്കെ പണ്ടൊരു പാട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ചില ആളുകൾ എന്താ പറയുന്നത്, അനുസരണം എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രം. അതുകൊണ്ട് ഗവൺമെന്റിനനുസരിച്ചാൽ, ഇസ്ലാമിക ഗവൺമെന്റിനനുസരിച്ചാലും ഷിർക്ക്, വോട്ട് ചെയ്താലും ഷിർക്ക്, മറ്റേ ചെയ്താലും ഷിർക്ക്, പിന്നെ അത് ചെയ്താലും ഷിർക്ക്. അപ്പോ നമ്മൾ ഈ ഹദീസ് പറഞ്ഞപ്പോൾ ഈ ഹദീസിനെ പോലും ഈ ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്താൽ പിന്നെ മുതിർന്നിട്ടുണ്ട്. ഇവിടെ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ദുനിയാവിന്റെ കാര്യങ്ങൾ നിങ്ങൾക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. ഇത് ഹദീസാണ്, സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. വേറെയും ചില ആളുകൾ ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്, വേറെ വിഷയമാണ്. ഇപ്പൊ ഹറാമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ, ഇപ്പൊ പലിശ, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ലായിരുന്നു. പലിശ നശിക്കും എന്നുള്ളതാണ് ഖുർആനും ഹദീസും പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക്
ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് കൊണ്ട് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ഹദീസ് വെച്ചിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ നിങ്ങൾക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചർച്ചകൾ ഒരുപാടുണ്ട്, നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇവിടെ ഈ ഹദീസ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി കൊണ്ടുവന്നത് എന്തിനാണ്? അതാണ് ഇനി അതിന്റെ വിശദീകരണം പറയുന്നത്. വലൗ കാന ഹാദാ ഹുവൽ ഇൽമുൽ ലദി അലൈഹി സനാഉ ലകാന റസൂലു അഅലമൻ നാസി ബിഹി. അല്ലാഹ് മദ്ഹ് ചെയ്തിട്ടുള്ള, അല്ലാഹു സനാ ചെയ്തിട്ടുള്ള, അല്ലാഹ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള, പ്രശംസിച്ചു പറഞ്ഞിട്ടുള്ള ഇൽമ് ദുനിയാവിനെ കുറിച്ചുള്ള ഇൽമായിരുന്നെങ്കിൽ അത് ആർക്കായിരുന്നു ഏറ്റവും നന്നായിട്ട് അറിയേണ്ടിയിരുന്നത്? അള്ളാഹുവിന്റെ റസൂലിനായിരുന്നു അറിയേണ്ടിയിരുന്നത്. ദുനിയാവിനെ കുറിച്ചുള്ള ഇൽമായിരുന്നു അള്ളാഹ് മദ്ഹ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അവന്റെ റസൂൽ മദ്ഹ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ആർക്കാണ്? അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മദ്ഹ് ചെയ്തിട്ടുള്ളത് ഖുർആനിലും ഹദീസിലും സനാ ചെയ്തിട്ടുള്ളത് ഏത് ഇൽമാണ്? അത് ഖുർആനാണ്, ഹദീസാണ്, ശർഈ ആയിട്ടുള്ള ഇൽമാണ്, അതാണ് വഹി. അതിനാണ് ഈ തെളിവ് ഈ ഹദീസ് ആര് കൊണ്ടുവന്നത്? ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി കൊണ്ടുവന്നത്. എന്നിട്ട് പറഞ്ഞില്ലേ അന്ന അക്സറ മൻ യുസ്ന അലൈഹി ബിൽ ഇൽമി വൽ അമലി ഹുവ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടാൻ അർഹനാരാണ്? ഇൽമിന്റെ കാര്യത്തിലാണെങ്കിലും അമലിന്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടേണ്ടത് ആരാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. അപ്പോ ദുനിയാവിനെ കുറിച്ചുള്ള ഇൽമ് അത് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നത്. അപ്പൊ അതിനെ കുറിച്ചല്ല അള്ളാഹ് മദ്ഹ് ചെയ്തിട്ടുള്ളത്, അവന്റെ റസൂൽ മദ്ഹ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇദൻ ഫൽ ഇൽമു ശർഈ ഹുവല്ലദി യകൂനു ഫീ അസ്സനാ വയകൂനുൽ ഹംദു ലിഫായിലിഹി. അത് ചെയ്യുന്ന ആളെ സംബന്ധിച്ചാണ് മദ്ഹ് പറഞ്ഞിട്ടുള്ളത്, സനാ പറഞ്ഞിട്ടുള്ളത്. വലാകിന്നി മഅ ദാലിക ലാ ഉൻകിറു അൻ യകൂന ലിൽ ഉലൂമിൽ ഉഖ്റാ ഫായിദ. ഇവിടെ നമ്മുടെ മനസ്സിൽ ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സംശയം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഭൗതികമായിട്ടുള്ള അറിവുകളോ? ഇവിടെ മദ്ഹും സനാവും ശർഈ ആയിട്ടുള്ള ഇൽമിനെ കുറിച്ച്. ആ ഭൗതികമായിട്ടുള്ള അറിവിന് യാതൊരു പ്രസക്തിയില്ലേ? അതാണ് ഇബ്നു തൈമിയ്യ തുറന്ന് ആ സംശയത്തെ തീർക്കുകയാണ്. ലാ ഉൻകിർ എന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കുന്നില്ല, ഞാൻ നിഷേധിക്കുന്നില്ല. അൻയകൂനലിൽ ഉലൂമിൽ ഉഖ്റാ ഫായിദ. മറ്റുള്ള ഇൽമുകൾക്ക് ഒരു ഫായിദയും ഒരു ഉപകാരം അതുകൊണ്ട് ഇല്ല എന്നുള്ള വാദമൊന്നും എനിക്കില്ല. മനസ്സിലാണ്ടല്ലോ. വലാകിന്നഹാ ഫായിദത്തുൻ ദാത്ത ഹദ്ദൈൻ. പക്ഷെ അത് ഇരുതല മൂർച്ചയുള്ള ആയുധ, ഒരു കത്തി പോലെയാണ്. ഏത്? ശർഈ അല്ലാത്ത ഇൽമ് ഇരുതല മൂർച്ചയുള്ള കത്തി പോലെയാണ്. അത് രണ്ട് വശങ്ങളുണ്ട്. എന്താണ് രണ്ട് വശങ്ങൾ? ഇന്ന ആയനത്തല ത്വാഅത്തില്ല വഅലാ നസ്രി ദീനില്ല വൻതഫ ബിഹാ ഇബാദുല്ലാഹ് ഫയകൂനു ദാലിക ഖൈറൻ വമസ്ലഹ. അവൻ ദുനിയാവിലുള്ള അവന്റെ ഇൽമു കൊണ്ട് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാനാണത് പിന്നെ ഉപകാരപ്പെടുത്തുന്നതെങ്കിൽ, അതേപോലെ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാനാണ് അവനത് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടിമകൾക്ക് ഉപകാരം ചെയ്യാനാണ്, അതുകൊണ്ട് അവന്റെ അടിമകൾക്ക് ഉപകാരം കിട്ടുന്നുണ്ട് എങ്കിൽ അതെന്താണ്? ഫയകൂനു ദാലിക ഖൈറൻ വമസ്ലഹ. അത് അവന് നന്മയാണ്, ഖൈറാണ്. അത് ഏത് ഇൽമാണെങ്കിലും. മൂന്ന് കാര്യങ്ങൾ, അത് പോയിന്റാണ്. ഡോക്ടർ ആണെങ്കിലും, എഞ്ചിനീയർ ആണെങ്കിലും, ഞാൻ IT കാരനാണെങ്കിലും, ഈ ബിസിനസ്സുകാരനാണെങ്കിലും, ലോകത്ത് പിന്നെ ഒരു പ്രസിഡന്റ് ആണെങ്കിലും, സെക്രട്ടറി ആണെങ്കിലും, വേറെ ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും മൂന്ന് കാര്യങ്ങൾ ഇബ്നു തൈമിയ്യ അവിടെ പറഞ്ഞു. ആ മൂന്ന് കാര്യങ്ങൾക്കാണെങ്കിൽ അത് അവന് ഖൈറാണ്. ഏതാണ്? ഒന്ന്, ആ ഇൽമ അവൻ നേടിയിട്ടുള്ളത് എന്താണത്? അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനായിരിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ അവന് ഉപകാരപ്പെടണം. രണ്ടാമത്തത് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഉപകാരപ്പെടണം. മൂന്നാമത്തത് അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമകൾക്ക്, മനുഷ്യന്മാർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. അത് നമ്മൾ ഏതൊരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ അത് അവന് ഖൈറാണ്, അത് അവന് മസ്ലഹത്താണ്, ഖൈറാണ്. വഖദ് യകൂനു തഅല്ലുമുഹ വാജിബൻ ഫീ ബഅദിൽ അഹ്യാനി ഇദാ കാന ദാലിക ദാഖിലൻ ഫീ ഖൗലി. ചില സന്ദർഭങ്ങളിൽ എന്താകും? ഇത്തരത്തിലുള്ള ഇൽമു പഠിക്കൽ നിർബന്ധമായി തീരും. അത് പണ്ഡിതന്മാർ ആ സമയത്ത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരണം. ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ഇൽമു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമായി തീരും. അതിന് തെളിവ് കൊണ്ടുവന്നത് ഈ ആയത്താണ്. ഏതാണ്? വഅഇദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ വമിൻ ദിബാത്തിൽ ഖൈൽ. അൻഫാൽ 60-ാമത്തെ ആയത്ത്. അതായത് ശത്രുക്കൾക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഖുവ്വത്ത് ശേഖരിക്കണം, ആയുധങ്ങൾ ശേഖരിക്കണം, നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം എന്നാണ്. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ എന്താക്കണം? വമിൻ ദിബാത്തിൽ ഖൈലി, പടക്കുതിരകളെ നിങ്ങൾ റെഡിയാക്കി നിർത്തണം. അപ്പൊ ശത്രുക്കൾക്കെതിരെ നിങ്ങൾ ഖുവ്വത്ത് ശേഖരിക്കണം, അവരെ നേരിടാൻ എന്ത് ചെയ്യണം? കുതിരകളൊക്കെ റെഡിയാക്കി നിർത്തണം. അപ്പൊ ആ നാട്ടിലൊരു യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അവിടെ അത്തരത്തിലുള്ള ആയുധ വിദ്യകൾ പഠിക്കുക എന്നുള്ളത് എന്തായി തീരും? ഇപ്പോ അതിനുമായിട്ട് ബന്ധപ്പെട്ട അമ്പെയ്ത്ത്, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. അത് പഠിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അമ്പെയ്ത്ത്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ അത് പഠിക്കൽ എന്തായി തീരും? നിർബന്ധമായി തീരും. അത് നാട്ടിലെ പിന്നെ ഉലമാക്കളും ഉമറാക്കളും കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പറഞ്ഞതെന്ന് വെച്ചാല് ഇവിടെ വിഷയം എന്താണ്? ശർഈ ആയിട്ടുള്ള ഇൽമാണ് ഇവിടെ മദ്ഹ് ചെയ്തിട്ടുള്ളത്, സനാ ചെയ്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്തല്ല? ഈ ദുനിയാവിലുള്ള വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു ഫായിദ ഇല്ല എന്നുള്ള അഭിപ്രായം ആർക്കില്ല, നമുക്ക് ആർക്കില്ല. സലഫി ഉലമാക്കളത് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഇരുതല മൂർച്ചുള്ള ആയതാണ്. അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്കാണ് ഒരാൾ ആ രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അവന് ഖൈറാണ്, മസ്ലഹത്താണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്താവും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാവും. അമ്പെയ്ത്ത് പഠിക്കൽ നിർബന്ധമാവും, കുതിരസവാരി പഠിക്കൽ നിർബന്ധമാവും, ആയുധങ്ങൾ ഉപയോഗിക്കൽ നിർബന്ധമാവും.
അതിന് തെളിവാണ് ഈ ആയത്ത് കൊണ്ടുവന്നത്. ഈ ആയത്ത് നമ്മൾ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ കൊല്ലം ജില്ലയിലോ 10 ആൾക്കാർ മീറ്റിംഗ് കൂടിക്കാണ്ട് തീരുമാനിച്ചിട്ട് മറ്റൊരു തല വിട്ടുക എന്നുള്ള അതിന്റെ തെളിവല്ലത്. ഇത് ചെയ്യേണ്ടത് ആരാണ്, ആരുടെ നിർദ്ദേശപ്രകാരം ചെയ്യണം. ഈ പറഞ്ഞിട്ടുള്ള കൽപ്പന അത് ആർക്ക് ബാധകമാണെന്നുള്ളതൊക്കെ നമ്മൾ വേറെ പഠിക്കേണ്ട കാര്യമാണ്. മനസ്സിലാണ്ടല്ലോ. നമ്മൾ 10 ആൾക്കാർ മീറ്റിംഗ് കൂടിയിട്ട് അല്ല കത്തി എടുത്തിട്ട് അല്ലെങ്കിൽ AK-47 എടുത്തിട്ട് ഇറങ്ങിയിട്ട് ആൾക്കാരെ തലവട്ടാലും കൊല്ലാനും നട്ടപ്പാതിരിക്ക് ബൈക്കുമ്പോൾ പോയിട്ട് കൊന്നു പോരാനുള്ള ആയത്തല്ലത്. ചില ആൾക്കാർ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. കണ്ടോ ഒരുങ്ങണം എന്നല്ലേ, കണ്ടോ റെഡിയായിരിക്കണം എന്നല്ലേ. അപ്പൊ ഈ കൽപ്പന, ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കൽപ്പന അംറ് അത് ആർക്കാണ് ബാധകമാകുന്നത്, അത് ഏത് സന്ദർഭം, ഏത് സാഹചര്യം, ആരത് ചെയ്യണം. ഇസ്ലാമിക ഗവൺമെന്റിലെടുത്ത് നടക്കും. അത് നമ്മുടെ നാട്ടിൽ ചെയ്യണ ആ പരിപാടി ഇസ്ലാമിക ഗവൺമെന്റിലെടുത്ത് നടക്കും. അപ്പൊ അത് പോട്ടെ. അപ്പോ ചില സന്ദർഭങ്ങളിൽ എന്താവും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമായിത്തീരും. അഹിൽപ്പെട്ട ധാരാളം ആൾക്കാർ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സിനാഅത്തുകളെ സംബന്ധിച്ചൊക്കെ പഠിക്കല് ഫർള് കിഫായ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിന് ചില ഉദാഹരണങ്ങൾ പറയണേ. കാരണം മനുഷ്യന്മാരാണല്ലോ, അവർക്ക് കുടിക്കേണ്ടി വരും, തിന്നേണ്ടി വരും. കുടിക്കണമെങ്കിൽ അതിന്റെ ഗ്ലാസുകൾ വേണം, തിന്നണമെങ്കിൽ അതിന്റെ പാത്രങ്ങൾ വേണം. ഇതേപോലുള്ള അവർക്ക് മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അത് ആ സമൂഹത്തിൽ ആരും അത് ചെയ്യണില്ലെങ്കിൽ എന്താവും, അത് ഫർള് കിഫായ തീരും. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ എന്താ, ആ സമൂഹത്തിൽ വേറെ ആരും ഇത് ചെയ്യണില്ല. അപ്പൊ നമുക്ക് ഉപകാരമുള്ള ഒരുപാട് സംഗതികൾ വേണ്ടി വരും. ആശുപത്രികൾ വേണ്ടി വരും, ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വേണ്ടി വരും, മനുഷ്യന്മാർക്ക് ധരിക്കാൻ വസ്ത്രം വേണ്ടി വരും, ഒരുപാട് സംഗതികളുണ്ടല്ലോ. അപ്പൊ സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ ചെയ്യണം. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, കുറച്ചാളുകളിൽ അത് പഠിക്കൽ നിർബന്ധമാണെന്നുള്ളത് ധാരാളം കണക്കിന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ദണ്ഡങ്ങൾ കറക്റ്റ് റൂട്ടാണ്. അള്ളാഹ് മദഹ് ചെയ്തിട്ടുള്ളത്, സനാഹ് ചെയ്തിട്ടുള്ളത് ശറഈ ആയിട്ടുള്ള ഇൽമാണ്. എന്നാൽ അതല്ലാത്ത ഇൽമുകളോ 5 കൂട്ടിയാൽ എത്ര 10. അതൊരാൾക്ക് അറിയണം. അങ്ങനെ ഏതൊരു ഇൽമ ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ, അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ഉപകാരം ഉണ്ടാകണം. അത് ഇബാദത്ത് ചെയ്യാൻ അവനെ സഹായിക്കണം, അള്ളാഹുവിന്റെ ദീനിനെ അവനെ സഹായിക്കണം. ഇതിനു വേണ്ടിയിട്ട് അവനെ അതിനെ ഉപയോഗപ്പെടുത്തണം. എങ്കിൽ അത് അവന് ഖൈറായിരിക്കും, മസ്ലഹത്തായിരിക്കും. ചെന്ന് നേരെ തിരിച്ചാണ്. പിന്നെ ദുനിയാവിന്റെ ഇൽമ മാത്രമാണ് പല ആൾക്കാർക്കുള്ളത്, ദീനിനെ കുറിച്ചുള്ള ഇൽമ ഇല്ല. അഖീദ എന്താന്നുള്ളത് അറിയില്ല, തൗഹീദ് എന്താന്നുള്ളത് അറിയില്ല, സുന്നത്ത് എന്താന്നുള്ളത് അറിയില്ല, ബിദഅത്ത് എന്താന്നുള്ളത് അറിയില്ല. പോകട്ടെ, നിസ്കാരം പോലും അതിന്റെ അത്തഹിയാത്ത് ഒന്ന് ചെല്ലിക്കാന്ന് പറഞ്ഞാൽ, അത്തഹിയാത്തിന് ശേഷമുള്ള ദുആ ചെല്ലിക്കാന്ന് പറഞ്ഞാൽ, 2 അത്തഹിയാത്തുകൾക്ക് ഇടയിലുള്ള ദിക്റൊന്ന് ചെല്ലിക്കാന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത ഒരു തലമുറ ആളുകളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരെ ഉൾട്ടേ കാര്യങ്ങൾ. അപ്പോ ബഹദ മഹല്ലു ജദീലിൻ ബൈന അഹ്ലിൽ. അപ്പൊ ആ വിഷയത്തിലേക്ക് ഒരുപാട് ചർച്ചകളുണ്ട്, തർക്കങ്ങളൊക്കെ ഉലമാക്കൾക്കിടയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ആരും ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ അതെന്താവും, ഫർള് കിഫായ എന്നുള്ളത് ചില ആൾക്കാരെ പറഞ്ഞിട്ട്. കാരണം ആരെങ്കിലും അത് പഠിക്കല് നിർബന്ധമായി തരും. അപ്പോ അലാ കുല്ലി ഹാലിൻ അബദ്വന്നക്കുല. അപ്പൊ ആ ചർച്ച എന്തോയിക്കൊള്ളട്ടെ, അദ്ദേഹം പറയണത്, ബിനുസിമൻ പറയണത്, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നൽ ഇൽമല്ലദീ ഹുവ മഹല്ലു സനാഇ വൽ ഇൽമു അശ്ശറഈ. ആ പറഞ്ഞ കാര്യം ഒന്നും കൂടി അടിവരയിട്ട് കൊണ്ട് അദ്ദേഹം പറയണം. അല്ലദീ ഹുവ ഫിഖ്ഹു കിതാബില്ലാഹി വ സുന്നത്തി റസൂലിഹി. ഇതാണെന്ത് അല്ലാഹ് മദഹ് ചെയ്തിട്ടുള്ള ഇൽമ, ഖുർആനാണ്, സുന്നത്താണ്. വമാ അദാ ദാലിക, അതല്ലാത്ത ഇൽമൊക്കെ ഫൈമാൻ യകൂന വസീലത്തൻ ഇലാ ഖൈരിൻ ഔ വസീലത്തൻ ഇലാ ശരി. ഒന്നെങ്കിൽ അത് ഖൈറിലേക്കുള്ള വസീലയാകും, അല്ലെങ്കിൽ അത് ഷർറിലേക്കുള്ള വസീലയാകും. ഫയകൂനു ഹുക്മുഹു ബിഹസബി മാ യകൂനു വസീലത്തൻ ഇലൈഹി. അപ്പൊ അതിന്റെ ഹുക്ം എന്തായിരിക്കും, അത് ഏതിലേക്കുള്ള വസീലയാണോ അതനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ഹുക്ം വരിക. മനസ്സിലാറുണ്ടല്ലോ. ഒന്നെങ്കിൽ അത് ഖൈറായിരിക്കും, അല്ലെങ്കിൽ അവൻ അത് ഷർറായിരിക്കും. അതിനെ അവൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അതിനനുസരിച്ചിട്ടാണ് അതിന്റെ ഹുക്കം വരിക. അവന് ഖൈറിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് അവന് ഖൈറാണ്. അവൻ അതിനെ ഷർറിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് അവന് ഷർറായിരിക്കും. അപ്പൊ എന്താണ് ഇൽമ് എന്നുള്ളത് പറഞ്ഞു, അതിന്റെ ലുഗവി ആയിട്ടുള്ള അർത്ഥം പറഞ്ഞു, അതിന്റെ ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥം പറഞ്ഞു. അല്ലാഹ് മദഹ് ചെയ്തിട്ടുള്ളത്, സനാ ചെയ്തിട്ടുള്ളത് ശർഈയായ ഇൽമിനെ സംബന്ധിച്ചാണെന്നുള്ളത് പറഞ്ഞു. അതിന്റെ തെളിവുകൾ പറഞ്ഞു. അതല്ലാത്ത ഇൽമിനെ സംബന്ധിച്ചുള്ള അഹ്ലു സുന്നത്തിന്റെ നിലപാട് എന്താന്നുള്ളത് പറഞ്ഞു. ഇനി ദുനിയാവിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം അത് ഫർള് കിഫായ ആയിത്തീരുന്നത് എപ്പോഴാണെന്നുള്ളത് പറഞ്ഞു. അത് നിർബന്ധമായിത്തീരുന്നത് ഏത് സന്ദർഭത്തിലാണെന്നുള്ളത് പറഞ്ഞു. അടുത്തത് ഫളായിലുൽ ഇൽം, തഅരീഫുൽ ഇൽമ് കഴിഞ്ഞു. ഇനി അൽ ഫസ്ലുസ് സാനി, പാഠം 2, അധ്യായം 2, രണ്ടാമത്തെ അധ്യായം. ഇനി ഇൽമിന്റെ ഫളായിലുകൾ. ലഖദ് മദഹല്ലാഹു അൽ ഇൽമ വ അഹ്ലഹ. അല്ലാഹു തആല ഇൽമിനെയും അതിന്റെ ആളുകളെയും മദഹ് ചെയ്തിട്ടുണ്ട്. വഹസ്സ ഇബാദഹു അൽ ഇൽമി വതസവ്വുദി മിൻഹു. ഇൽമ് നേടാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇൽമ് നേടാൻ പ്രേരിപ്പിച്ചത് മാത്രമല്ല, തസവ്വുദ് എന്ന് പറഞ്ഞാൽ വർദ്ധനവ് വരുത്തുന്നതിനെ പറയാം അല്ലെ. വഖുൽ റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ, അതിൽ വർദ്ധനവ് വരുത്താൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വകദാലിക സുന്നത്തുൽ മുതഹറ, അതേപോലെ തന്നെയാണ് സുന്നത്തിലും ഒരുപാട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
മദഹ് ചെയ്തിട്ടുണ്ട്, അത് നേടാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫൽ ഇൽമു മിൻ അഫ്ദലിൽ അഅമാലി സ്വാലിഹ, ഇൽമു എന്നുള്ളത് അഅമാലി സ്വാലിഹാത്തുകളിൽ അഫ്ദലാണ്. അറിയാലോ, വഹുമിൻ അഫ്ദലി വഅജല്ലി ഇബാദാത്തി തതവ്വു, തതവ്വു ആയിട്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ദലും ഏറ്റവും അജല്ലും ഇൽമാണ്. തതവ്വു ആയിട്ടുള്ള ഇബാദത്തുകൾ, അതായത് ഐച്ഛികമായിട്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ദലും ഏറ്റവും അജല്ലും ഇൽമു നേടലാണ്. മനസ്സിലാണ്ടല്ലോ. അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ സുന്നത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ കൃത്യത ഉള്ള ആളുകൾ, സുന്നത്ത് റവാത്തിബുകള്, അതേപോലെ തന്നെ സുന്നത്ത് നോമ്പുകള്. പക്ഷെ ഖുർആനും സുന്നത്തും പഠിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇവിടെ പറഞ്ഞാൽ എന്താ, തതവ്വു ആയിട്ടുള്ള ഇബാദത്തുകളിൽ അഫ്ദല് അജല്ല് ത്വലബുൽ ഇൽമാണെന്നാണ്. അതിന്റെ ഒരുപാട് ആസാറുകൾ അഖ്വാലുകൾ സലഫുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ലിഅന്നഹു നൗഉം മിനൽ ജിഹാദി ഫീ സബീലില്ലാഹ്, കാരണം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ് ഇത് ഇൽമു നേടുക എന്നുള്ളത്. ഫഇന ദീനല്ലാഹി അസ്സ വജല്ല ഇന്നമാ ഖാമ ബിഅംറൈനി, കാരണം അല്ലാഹുവിന്റെ ദീൻ നിലകൊള്ളുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. അല്ലാഹുവിന്റെ ദീൻ നിലനിൽക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. അഹദുമാ, രണ്ടിലൊന്നാൽ ഇൽമു വൽ ബുർഹാൻ, ഇൽമും ബുർഹാനും, അറിവും തെളിവുകളും. മനസ്സിലായല്ലോ, അല്ലാഹുവിന്റെ ദീൻ നിലനിൽക്കുന്നത് രണ്ട് കാര്യങ്ങളിൽ. ആ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തത് ഇൽമും ബുർഹാനും, അറിവും തെളിവുകളും. രണ്ടാമത്തേത് ഏതാണ്? അൽ ഖിതാലു വസ്സിനാൻ. സിനാൻ എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധത്തിന്റെ പിന്നെ അമ്പിന്റെ കുന്തം മുന എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രതിരോധം, ആയുധങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. രണ്ടാമത്തത് ഖിതാലും, യുദ്ധവും പ്രതിരോധവും, അല്ലെങ്കിൽ അതിന്റെ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ രണ്ടെണ്ണത്തിലാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. മനസ്സിലായല്ലോ, ഒന്നാമത്തത് ഇൽമും ബുർഹാനും, രണ്ടാമത്തത് ഖിതാലും സിനാനും, യുദ്ധവും പ്രതിരോധവും, അല്ലെങ്കിൽ യുദ്ധവും ആയുധങ്ങളും. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. ഫലാ ബുദ്ദ മിൻ ഹാദിഹിൽ അംറൈൻ, അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ അനിവാര്യമാണ്. വലാ യുംകിനു അൻ യഖൂമ ദീനുല്ലാഹി വയൽഹറ ഇല്ലാ ബിഹിമാ ജമീഅൻ, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടല്ലാതെ അവന്റെ ദീന് നിലനിൽക്കുകയില്ല, അവന്റെ ദീന് വിജയിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും വേണം. വൽ അവ്വലു മിൻഹുമാ മുഖദ്ദമുൻ അലാ സാനി, ഒന്നാമത്തതിനെ രണ്ടാമത്തതിനേക്കാൾ മുന്തിക്കണം. മനസ്സിലാണ്ടോ, ഒന്നാമത്തതിനെ മുന്തിക്കണം എന്തിനേക്കാൾ? രണ്ടാമത്തതിനേക്കാൾ. ഒന്നാമത്തത് ഏതാണ്? ഇൽമും ബുർഹാനും. രണ്ടാമത്തത് ഏതാണ്? ഖിതാലും സിനാനും. അപ്പൊ രണ്ടാമത്തതിനേക്കാൾ മുന്തിക്കേണ്ടത് എന്തിനാണ്? ഇൽമിനെയാണ്. മനസ്സിലാണ്ടല്ലോ. വലിഹാദ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഗൈറു അലാ ഖൗമിൻ ഹത്താ തബ്ലുഹും അദ്ദഅവ ഇലല്ലാഹ്, ഒരു സമൂഹത്തിനെതിരെയും ജനതക്കെതിരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമം നടത്താറില്ല. അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുത്തിട്ടല്ലാതെ. ആദ്യം അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കും, അതിനുശേഷമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്യാറില്ല, ആക്രമിക്കാറില്ല. ഫയകൂനുൽ ഇൽമു ഖദ് സബഖൽ ഖിതാല, അതുകൊണ്ട് ഖിതാലിനെ മുൻകടന്നു. ഇൽമ് ഖിതാലിനെ മുൻകടന്നിരിക്കുന്നു. രണ്ടും പ്രധാനപ്പെട്ടതാണ്, ഇൽമും ഖിതാലും. ആദ്യം ഖിതാലല്ല, ആദ്യം ഇൽമാണ്. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക, ശർഈ ആയിട്ടുള്ള ഇൽമ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാണ്ടല്ലോ. അപ്പൊ ആ രണ്ടെണ്ണത്തിലുമേലാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. ഖാല തആല, അല്ലാഹു പറഞ്ഞു, അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി സുമർ. 9-ാമത്തെ ആയത്ത്. ഇവിടെ അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ്. രാത്രി സുജൂദ് ചെയ്യുന്നവൻ, അതായത് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവൻ, അവൻ ആഖിറത്തിനെ ഭയപ്പെടുന്നു, അള്ളാഹുവിന്റെ കാരുണ്യം അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ആഖിറത്തിനെ ഭയപ്പെട്ടുകൊണ്ട് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരുത്തനും അതല്ലാത്തവനും സമമാണോ? ഇവിടെ അതിന്റെ വാക്ക് നോക്കിക്കോ. ഫലിസ്തിഫാമുന ലാ ബുദ്ദ ഫീഹി മിൻ മുഖാബിൽ. ഇവിടെ താരതമ്യം ചെയ്യാണ്. ഇവിടെ ഇസ്തിഫാമാണ്, ചോദ്യമാണ്. അമ്മൻ ഹുവ ഖാനിതുൻ, ഒരുത്തനാണോ? അവിടെ ചോദ്യമാണ്. അപ്പൊ ഇതിനെതിരായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഏത്? അമ്മൻ ഹുവ, അതിനെ വിശദീകരിക്കണം നോക്കിക്കോ. അമ്മൻ ഹുവ, ഞാനത് വായിച്ചു പോവാണ്. അമ്മൻ ഹുവ ഖായിമുൻ ഖാനിതുൻ ആന അല്ലൈലി വന്നഹാരി ഐ കമൻ ലൈസ കദാലിക. രാത്രി അങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ട് പരലോകത്തെ പേടിച്ചുകൊണ്ട് രാത്രി നിസ്കരിക്കുന്നവനും അതല്ലാത്തവനും ഒരേപോലെയാണോ? അവിടെ രണ്ടാമത്തെ ഭാഗം കളഞ്ഞു. കാരണം എന്താ? അത് വ്യക്തമായ ഒരു കാര്യമാണ്, അത് അറിവുള്ള ഒരു കാര്യമായതുകൊണ്ട് അവർ രണ്ടുപേരും ഒരേപോലെയാണോ എന്നാ ചോദിക്കേണ്ടത്. അതിന്റെ രണ്ടാം ഭാഗം കളഞ്ഞു, അത് അറിയുന്ന കാര്യമാണ്. എന്നിട്ട് ഇബ്നു സൈമി വിശദീകരണം, ഫലസ്തവി, സമമാണോ? മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ ഔ ഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി ഹൽ യസ്തവി ഹുവ വമൻ ഹുവ മുസ്തക്ബിറുൻ അൻ തഅത്തില്ലാ. രണ്ടുപേരും ഇങ്ങനെ രാത്രി നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും ഒരേപോലെയാണോ? അൽ ജവാബ്, അതിന്റെ ആൻസർ ലാ യസ്തവി, അവർ രണ്ടുപേരും ഒരേപോലെയല്ല. ഫഹാദ അല്ലദീ ഹുവ ഖാനിതുൻ യർജു സവാബല്ലാഹ് വയഹ്ദറുൽ ആഖിറ ഹൽ ഫിഅലഹു ദാലിക മിൻ ഇൽമിൻ ഔ അൻ ജഹലിൻ. അങ്ങനെ രാത്രി നിസ്കരിച്ച ഒരാള്, അയാൾ ചെയ്യാനുള്ള കാരണം എന്താ? അയാൾക്ക് ഇൽമുണ്ടായിട്ടാണ്. ഇൽമുണ്ടായിട്ടാണോ
അതല്ല ജഹലിന്റെ അടിസ്ഥാനത്തിലാണോ? അൽ ജവാബു അൻ ഇൽമിൻ. ആ മനുഷ്യൻ രാത്രി എല്ലാവരും കടന്നുറങ്ങാണ്. എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് അയാൾ രാത്രി എണീറ്റ് നിസ്കരിക്കുകയാണ്. അങ്ങനെ അയാൾ നിസ്കരിക്കാനുള്ള കാരണം എന്താ? അയാൾക്ക് അതിനെ സംബന്ധിച്ചുള്ള ഇൽമുണ്ട്. ഇൽമുണ്ട് എന്നുള്ളത് മാത്രമല്ല, ആ ഇൽമ അയാൾ അമലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇൽമു നേടുകയും അത് അമലാക്കുകയും ചെയ്ത ഒരാളും ആ ഇൽമു നേടാതെ അത് അമലാക്കാത്ത ഒരാളും സമമാണോ? മനസ്സിലാണ്ടോ? എന്നിട്ട് അതിന്റെ അടുത്ത് പറയണം കേട്ടോ. ഇബ്നു സൈമീന്റെ ശൈലി കണ്ടോ? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ആ ആയത്തിന് ശേഷം അള്ളാഹ് പറയണത് അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? ബുദ്ധിയുള്ളവർ മാത്രമാണ് കാര്യങ്ങൾ ഉറ്റാലോചിച്ച് മനസ്സിലാക്കുന്നത്, ചിന്തിച്ച് പഠിക്കുന്നത്. അപ്പൊ രാത്രി നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും ഒരേപോലെയല്ല. അതേപോലെ ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരേപോലെയല്ല. അയാൾ നിസ്കരിക്കുന്നത് അയാളെ ഇൽമുണ്ട്, അയാൾ അതിനെ കുറിച്ച് അറിഞ്ഞു, അതിന്റെ ഫദായിലുകൾ അറിഞ്ഞു. അപ്പൊ അയാൾ അത് അമലാക്കി. അപ്പൊ അത് അറിഞ്ഞ ഒരാളും അമലാക്കിയ ഒരാളും അത് അറിയാത്ത ഒരാളും അത് അമലാക്കാത്ത ഒരാളും ഒരേപോലെയല്ല. അതേപോലെ എന്ത്? ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാകുമോ? അപ്പൊ അറിവുള്ള ഒരാളും അറിവില്ലാത്ത ഒരാളും ഒരിക്കലും ഒരേപോലെയല്ല, ഒരേപോലെയാകും. അള്ളാന്റെ ചോദ്യമാണ്. ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അത്ര കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ലാ യസ്തവിൽ ലദീ യഅലമു വല്ലദീ ലാ യഅലം കമാ ലാ യസ്തവിൽ ഹയ്യു. ഏതുപോലെ? അൽ ഹയ്യു വൽ മയ്യിത്തു, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമല്ലാത്തതുപോലെ. വസ്സമീഉ വൽ അസമ്മു, ചെവി കേൾക്കുന്നവനും ചെവി പൊട്ടനും സമമല്ലാത്തതുപോലെ. വൽ ബസീർ വൽ അമ, കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും ഒരേപോലെ അല്ലാത്തതുപോലെ. അറിവുള്ളവരും അറിവില്ലാത്തവരും എന്തല്ല? സമമല്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ദുനിയാവ് എന്നുള്ളത് ആണ് ആളുകളുടെ മൈൻഡിലുള്ളത്. അപ്പൊ അതാണ് ആൾക്കാരുടെ ലക്ഷ്യം. ദുനിയാവ് നേടുക, സാലറി കൂടുതൽ നേടുക, സ്റ്റാറ്റസ് ഉണ്ടാക്കുക, നല്ലൊരു പൊസിഷനിലെത്തിപ്പെടുക. അപ്പൊ ഈ ചോദ്യത്തിന് അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതാൻ പോലും അറിയാത്ത ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരേപോലെ അല്ലല്ലോ. ചെവി കേൾക്കുന്നവരും കേൾക്കാത്തവരും, കണ്ണ് പൊട്ടവനും കണ്ണ് കാണുന്നവരും, അതേപോലുള്ള അന്തരം ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും തമ്മിൽ. അൽ ഇൽമു നൂറുൻ യഹ്തദി ബിഹിൽ ഇൻസാൻ വയഖ്റുജു ബിഹി മിനൽ ദുലുമാതി ഇലൻ നൂർ. ഇൽമു എന്നുള്ളത് ഒരു വെളിച്ചാണ്. അവന് വഴി കാണിക്കുന്നത് ആ വെളിച്ചാണ്. അവൻ ഇരുട്ടിൽ നിന്ന് നൂറിലേക്ക്, വെളിച്ചത്തിലേക്ക് എത്തിപ്പെടുന്നത് ഈ ഇൽമു കൊണ്ടാണ്. അൽ ഇൽമു യർഫഉല്ലാഹു ബിഹി മൻ യശാഉ മിൻ ഖൽഖിഹി. ആ ഇൽമു കൊണ്ട് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവരെ ഉയർത്തും. തെളിവെന്താ? യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ജാദിലയിലായത് നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെ, അതേപോലെ തന്നെ ഊതുൽ ഇൽമ്, അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു ഉയർത്തുന്ന. എന്തുയർത്തും? ദറജാത്ത്, അവരുടെ പദവികൾ, അവരുടെ സ്ഥാനങ്ങൾ അള്ളാഹു ഉയർത്തും. ഖുർആന്റെ നസ്സാണത്. ഖുർആന്റെ നസ്സാണ് എന്ത്? അറിവുള്ള ആളുകൾ അള്ളാഹു ഉയർത്തും, അവരുടെ സ്ഥാനങ്ങൾ ഉയർത്തും, അവരുടെ പദവികൾ ഉയർത്തും. വലിഹാദ നജിദു അന്ന അഹ്ലൽ ഇൽമി മഹല്ലു സന. ഇതുകൊണ്ടാണ് ഇൽമുള്ള ആൾക്കാർ എല്ലാ സന്ദർഭത്തിലും അവർക്ക് സനാ കിട്ടിക്കൊണ്ടിരിക്കും. അവർ പ്രശംസിക്കപ്പെടും. കുല്ലമാദുക്കിറു അസ്നന്നാസു അലൈഹിം. അവരുടെ പേര് കേട്ടാൽ മതി, ജനങ്ങൾ എന്ത് ചെയ്യും? അവരെ സനാ ചെയ്യും. ഉയരമുള്ള ആൾക്കാരുടെ പേര് കേട്ടാൽ മതി. വഹാദ അറഫ്ഉ ലഹും ഫി ദുനിയ. അതവർക്ക് ദുനിയാവിൽ കിട്ടുന്ന ഒരു പദവിയാണ്, അള്ളാഹ് കൊടുത്തൊരു സ്ഥാനമാണ്. എന്ത്? ഇൽമുള്ളവരുടെ പേര് കേൾക്കുമ്പോ ആ പേര് കേൾക്കപ്പെടുന്ന ആളുകൾ അവരെ സനാ ചെയ്യുക, അവരെ പ്രശംസിക്കുക, അവരെ പുകഴ്ത്തുക. അത് അള്ളാഹ് കൊടുക്കുന്ന ഒരു വലിയൊരു ഫദലല്ലേ അത്. അമ്മാ ഫിൽ ആഖിറ ഫഇന്നഹും യർതഫിഊന ദറജാത്ത് ബിഹസബി മാ ഖാമു ബിഹി മിന അദ്ദഅവതി ഇലല്ലാഹ് വൽ അമലി ബിമാ അമലു. ഇനി അവർ ആഖിറത്തിൽ ചെന്നാലോ അവരുടെ ഇൽമ്, ആ ഇൽമിനനുസരിച്ച് അവർ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തിയതിനനുസരിച്ചിട്ട് അവരുടെ പദവികൾ, അവരുടെ ആ ദറജകളിൽ എന്തുണ്ടാവും? ഏറ്റവും വ്യത്യാസങ്ങൾ. അവരുടെ പദവികൾ അതിനനുസരിച്ചിട്ട് അള്ളാഹ് ഉയർത്തി കൊടുക്കും. അപ്പൊ ദുനിയാവിൽ കിട്ടുന്നത് വേറെ, ദുനിയാവിൽ അള്ളാഹ് അവരെ ഉയർത്തുന്നതാണ്. ഇന്നൽ ആബിദ ഹഖ്ഖൻ ഹുവല്ലദീ യഅബുദു റബ്ബഹു അലാ ബസീറത്തിൻ വയതബയ്യനു ലഹു അൽ ഹഖ്. യഥാർത്ഥത്തിലുള്ള ആബിദ് ആരാണ്? യഥാർത്ഥത്തിലുള്ള ആബിദ് അവൻ ആരാണ്? ബസീറത്തോടു കൂടി റബ്ബിനെ ആരാധിക്കുന്നവനാണ്. ഹക്ക് എന്താന്നുള്ളത് മനസ്സിലാക്കി ബസീറത്തോട് കൂടിയിട്ട് റബ്ബിനെ ആരാധിക്കുക. എന്താണ് ബസീറത്ത്? അതിന്റെ തെളിവ് ആയത്ത് കൊണ്ടുവരുന്നുണ്ട്. ബസീറത്ത് എന്ന് പറഞ്ഞാല് ബുർഹാൻ, വ്യക്തമായ ധാരണ, വ്യക്തമായ തെളിവ്. ബസീറത്ത് അതിന്റെ തെളിവ് ഇതാണ്. വഹാദിഹി സബീലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സബീൽ. അതിന്റെ ആയത്ത് കുൽഹാദിഹി സബീലി, നബിയെ പറഞ്ഞേക്കുക ഇതാകുന്നു എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറ, വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ബസീറത്ത് വ്യക്തമായ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ, അതാണ് ബസീറത്ത്. വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ.
ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു. അനാ വമനിത്തബാനി, ഞാനും എന്നെ ഇത്തിബാഅ് ചെയ്തവരും. വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല. 108-ാമത്തെ ആയത്ത്. അവിടെ തെളിവെന്താ? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ബസീറത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇന്ന് ആ ബസീറത്ത് എന്നുള്ള സാധനം കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഫത്വയാണ്. ആൾക്കാർക്ക് മസ്അലകൾ പഠിക്കാനാണ് താല്പര്യം. ഖുർആൻ പഠിക്കാൻ താല്പര്യമില്ല, ഹദീസ് പഠിക്കാൻ താല്പര്യമില്ല. ഈ മസ്അലകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും തർക്ക വിഷയങ്ങൾ പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. ചില ആൾക്കാർക്ക് നേരം വെളുത്തല്ല പണി എന്താ പറയുക, ഈ വാട്സപ്പിൽ ഒരു 19 ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിലിങ്ങനെ ഫത്വകൾ ഇങ്ങനെ ഷെയർ ചെയ്യൽ. ഒരു ദർസിന് അവരുണ്ടാവില്ല, ഖുർആൻ അവർ പഠിക്കുന്നുണ്ടാവില്ല, അഖീദ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇതിങ്ങനെ അവരായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ മുഫ്തികൾ ഈ ആൾക്കാരായിരിക്കും. അവരെ പണി എന്താ വെച്ചാൽ ഫത്വ കൊടുക്കുക. കിതാബിൽ നിന്നൊരു സംഗതി അവർ പഠിച്ചിട്ടുണ്ടാവില്ല, അതിനവർക്ക് ടൈം ഉണ്ടാവില്ല, കാരണം ദിനൂത്തിരിക്കല്ലേ. അതേപോലെ തന്നെ തർക്ക വിഷയങ്ങൾ, ഇപ്പൊ മാസപ്പിറ അല്ലെങ്കിൽ തറാവി അതല്ലെങ്കിൽ കുനൂത്ത്, അതൊന്നും പഠിക്കണ്ട എന്നുള്ളതല്ല, അതിനായിട്ടിരിക്കുക. അഖീദ പഠിക്കുന്ന ഗ്രൂപ്പിൽ അവരുണ്ടാവില്ല. അവർക്ക് പഠിക്കാൻ അള്ളാഹുവിന്റെ അസ്മാകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അതേപോലെ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ, അമലാക്കേണ്ട കാര്യങ്ങൾ, ഇതൊന്നും പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. എന്നിട്ട് തർക്ക വിഷയം എടുത്തിട്ടാണെങ്കിൽ അവിടെ മുന്നിൽ പോയിട്ടിരിക്കും, അവിടെ സജീവമായിട്ടില്ല. ഇത് യഥാർത്ഥ ദീനി പഠനത്തിന്റെ രീതിയല്ല. ഇതിൽ വരുന്നുണ്ട്, ആദ്യം ഏത് കിതാബുകൾ പഠിക്കണം, പിന്നെ ഏത് കിതാബുകൾ പഠിക്കണം, അഖീദന്റേതാണെങ്കിൽ ആദ്യം ഏത്, ഹദീസിന്റേതാണെങ്കിൽ ആദ്യം ഏത്, അതൊക്കെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ആദ്യം ബസീറത്താണ് ഉണ്ടാക്കേണ്ടത്, ഇൽമാണ്. അത് അദുഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ എന്നുള്ളതാണ്. ബസീറത്തോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുക, ഇൽമോട് കൂടിയിട്ട്, ബുർഹാനോട് കൂടിയിട്ട്, ഹുജ്ജത്തോട് കൂടിയിട്ട്. അതാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്നല്ലോ, അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. ഒരു കാര്യം പറയുന്നതിന്റെയും ഒരു കാര്യം ചെയ്യുന്നതിന്റെയും മുമ്പ് വേണ്ടത് ഇൽമാണ്. ആദ്യം വേണ്ടത് ഇൽമാണ്. അപ്പൊ ആയത്ത് അവിടെ തെളിവായിട്ട് നമ്മൾ പഠിച്ചേക്കണം. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അനാ വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ.